പൊന്നു മക്കളെ, ദൃശ്യം 3 എന്ന് പറഞ്ഞ പടം ഞാൻ ഇന്നലെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഉള്ള കാര്യം പറയാലോ, കാട്ടപരാധം. 5ന്റെ പൈസക്കില്ലാത്ത കാട്ടപരാധം. കുറെ ആൾക്കാർ ഇതിനെ പൊക്കി പിടിച്ച് റിവ്യൂ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഉള്ള കാര്യം പറഞ്ഞ 5ന്റെ പൈസക്കില്ലാത്ത പടമാണ്. ഇതിനെ പടം എന്ന് പറയാൻ പറ്റൂല, TV സീരിയല്. വെറും TV സീരിയലാണിത്. ഇതിൽ നല്ലത് ചന്ദനമായ തിയേറ്ററിൽ ഇടുന്നതായിരുന്നു. അത് പിന്നെയും കാണാം. ഇത് ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത അസഹനീയമായിട്ടുള്ള ഒരു അപരാധ പടമാണിത്. 2.5 മണിക്കൂർ എങ്ങനെയാ തിയേറ്ററിൽ ഇരുന്നതെന്നൊക്കെ അറിയാം. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നിക്ക് ഈ അപരാധം കണ്ടിട്ട്. ഒരു പടം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നല്ലത് വേണ്ട, ഇതിലൊന്നും നല്ലതില്ല. ഡയറക്ഷൻ മോശം, പെർഫോമൻസ് മോശം. മോഹൻലാലൊക്കെ എന്താ ചെയ്തു വെച്ചേക്കണത്? വെറും കാട്ടപരാധം. ഒരു നല്ല കഥ അല്ല. സിനിമ എന്ന് പറഞ്ഞ് സീരിയലാണ് കാണിച്ചേക്കണത്. നിന്റെ ഒരു അപേക്ഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപരാധത്തിന്റെ 4ാം ഭാഗം ഇറക്കരുത്. 4ാം ഭാഗം ഇറക്കിയ ആൾക്കാരെ കൊല്ലരുത്. അത്രയൊക്കെ പറയാനുള്ളൂ. സത്യം പറഞ്ഞ കണ്ടോൻ വരെ പറയണ ഇതെന്ത് കാട്ടവരാതെ പടാണ്, സീരിയലാണ്. 2.5 മണിക്കൂർ കൊന്നെന്ന് പറയേണ്ടി വരും. AC ചൂടുള്ളതുകൊണ്ട് ഇരുന്നാണ്. എന്തായാലും ഇവന്റെ അഭിപ്രായം പറഞ്ഞ് അതിന് അവന്റെ കമന്റ് ബോക്സിൽ ഇതാ തുരുതുരാ ലാലാട്ട ബാണ ഫാൻസിന്റെ അഴിഞ്ഞാട്ട ബാണത്തരം. ഒരാൾക്കൊരു അഭിപ്രായം പറയാൻ പറ്റൂല. എന്താ ഇങ്ങനെ ഉണ്ടൊരു തല്ലിപ്പൊളി ഫാൻസ്. പിന്നെന്താ പറഞ്ഞാല് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ഇവന് സീരിയലായിട്ട് തോന്നി, എനിക്ക് സീരിയലായിട്ട് തോന്നി, ആറാട്ടെണ്ണം സീരിയലായിട്ട് തോന്നി. ഇത് കുറെ പൊക്കി പിടിക്കേണ്ട ആവശ്യമില്ല. പൊക്കി പിടിക്കുന്നതൊക്കെ ലാലേട്ടൻ ഫാൻസ് തന്നെയാണ്, അല്ലാതെ എന്താ പറയുക. സത്യം പറഞ്ഞ ബ്രോ കറക്റ്റാണ്. ഒരു സീരിയലാണ്. ഇതിന്റെ 4ാം ഭാഗം ഇറക്കരുത്. എനിക്ക് അത് തന്നെയാണ് പറയാലോ. ബ്രോ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഇതിന്റെ 4ാം ഭാഗം ഇറക്കരുത് ജിത്തു ജോസഫിനെ പറയാലോ. ഇനിയും സീരിയലാണ്. ഇതിനും വേറെ ചന്ദ്രമഴ ബ്രോ പറഞ്ഞ കറക്റ്റാ. ചന്ദ്രമഴ ഇരുന്ന് കാണുകയാണെങ്കിൽ അതും നമുക്ക് അടിപൊളിയായിരിക്കും ഇതിനെക്കാട്ടും. നല്ലൊരു കാട്ടവരാതെ പടം എന്ന് ധൈര്യത്തോടെ ബ്രോ പറഞ്ഞല്ലോ. ബ്രോന്റെ പൈസ പോയി. എന്തായാലും ബ്രോന്റെ അഭിപ്രായം പറയാം. അതിനാരും ഒരു ചുക്കും ചെയ്യൂല. എന്തായാലും ഒന്നും പറയാനില്ല.